ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ്. അപ്പൊ സേതു ഫുഡ് വാരി കൊടുക്കുകയാണ് നമ്മുടെ പല്ലവിക്ക്. ദാ ഇത് കഴിക്ക, ഇത് ഏതായാലും ഞാൻ എടുത്തു പോയില്ലേ, ഇത് താൻ കഴിക്ക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും സേതു പല്ലവിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ ആള് നിന്ന് കരയാണ് കേട്ടോ. എന്തിനാ കരയണത്? കണ്ണൊക്കെ നിറഞ്ഞല്ലോ. പല്ലവി ഇപ്പൊ എന്താ ഓർത്തെന്ന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ, എന്നെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ട ഗതികേട് വന്നല്ലോ എന്നല്ലേ ആലോചിച്ചത് എന്ന് ചോദിച്ചു. ആ പ്ലേറ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞു. എന്തിനാ? തരാനല്ലേ പറഞ്ഞത്, സേതുവേട്ടൻ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിന്റെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റ് അങ്ങ് വാങ്ങി എന്നിട്ട് പിച്ചിട്ട് സേതുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. ഏയോ, ഇത് വേണോ? മര്യാദയ്ക്ക് പറഞ്ഞ അനുസരിക്ക്, ഇത് വാങ്ങാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ സേതു വേഗം വാങ്ങി കഴിച്ചിട്ട് ഇപ്പൊ സേതുവേട്ടൻ എന്താ വിചാരിച്ചത് എന്ന് ചോദിച്ചു. എന്നെ പോലെ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്താണോ ഇരുന്നത്? ഒരിക്കലുമല്ല എന്ന് പറഞ്ഞു. അതെ, നല്ല രുചി ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്, പല്ലവി തന്നതുകൊണ്ടായിരിക്കും എന്ന് സേതു പറയാണ്. അതെ, അതൊരു ഭാഗ്യല്ലേ, സേതുവേട്ടൻ തന്നപ്പോഴും നല്ല രുചി ഉണ്ടായിരുന്നു, അപ്പോ അതും ഒരു ഭാഗ്യം തന്നെയല്ലേ സേതുവേട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടുപേരും ഇങ്ങനെ നോക്കി എന്നിട്ട് കൊള്ളാം. ആദ്യം കാണുമ്പോ പല്ലവി നല്ല തൻ്റെ ഉള്ള ഒരാളായിരുന്നു, ഇപ്പോഴും അങ്ങനെയല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ എങ്കില് ആളുടെ ഒരു പതർച്ച വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സേതുവേട്ടാ, എന്റെ അവസ്ഥ എന്താ സേതുവേട്ടനൊന്നും മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു. ഇന്ദ്രനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷേങ്കില് അതാണോ ആളുകൾ വിശ്വസിക്കുന്നത്? പത്രങ്ങളും ഓൺലൈനും TV ചാനലുകളും ഒക്കെ ഞാൻ കൊലയാളിയാണ് എന്നുള്ള മട്ടിലല്ലേ ഓരോ വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അത് കണ്ടും കാണും. ഇനി എന്റെ ഭാവി എന്താവും സേതുവേട്ടാ? ഇനിയിപ്പോ കോളേജിലെ ജോലി അത് മിക്കവാറും ഈ ഒരൊറ്റ കാരണം കൊണ്ട് നഷ്ടപ്പെടാനാ സാധ്യത. മുമ്പ് പല വിധത്തിൽ എന്നെ തകർക്കാൻ നോക്കിയ ആളാണ് ഇന്ദ്രൻ, പക്ഷെ അന്ന് സാധിക്കാത്തത് ഇപ്പൊ അയാൾക്ക് ഒരൊറ്റ സംഭവം കൊണ്ട് സാധിച്ചിരിക്കുക. അതാ ഞാൻ ആലോചിക്കുന്നത്. സത്യം എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരാതിരിക്കില്ലല്ലോ, വരിക തന്നെ ചെയ്യും. സത്യം ആർക്കറിയണം? സത്യാനന്തര കാലം എന്ന ഈ കാലഘട്ടത്തെ പോലും ആൾക്കാർ ഇന്ന് വിളിക്കുന്നത് അതറിയോ? നുണകളും അർത്ഥസത്യങ്ങളും ഒക്കെ മതി ആളുകൾക്ക്, അതാ അവര് വിശ്വസിക്കുന്നത്. പല്ലവി ഇങ്ങനൊക്കെ പറയുമ്പോ സത്യത്തിൽ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് പല്ലവി എന്ന് പറഞ്ഞു. ഞാനൊരു വല്യേട്ടനായി മാറിയെങ്കിൽ അതെന്നെ അങ്ങനെ മാറ്റിയെടുത്തത് പല്ലവി മാത്രാണ്. ആദ്യം ഈ വീട്ടിൽ വന്നത് ഓർമ്മയുണ്ടോ? വെറുപ്പോട് തന്നെയാ ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എനിക്ക് ഈ വീടെന്ന് പറയുന്നത് എനിക്കൊരു തണലായി മാറിയിരിക്കാം. ആര് കാരണമാ? അതൊക്കെ പല്ലവി കാരണം മാത്രമാ പല്ലവി എന്ന് പറഞ്ഞു കേട്ടോ. പല്ലവി ഇല്ലായിരുന്നു എങ്കില് എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അമ്മയും അനിയത്തിമാരും പിന്നെ ഞാനും അതൊക്കെ ചേരുമ്പോഴേ അതിനൊക്കെ കാരണം ആരാണെന്നറിയോ? പല്ലവിയാ. പല്ലവി ഒരാൾ മാത്ര എന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചാ കൃത്യമായിട്ടൊരു ഉത്തരം സേതുവേട്ടൻ പറയുമോ? ചോദിക്ക്, പറയാം എന്ന് പറഞ്ഞു. എന്നെ എന്തുകൊണ്ടാ സേതുവേട്ടൻ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ എന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമല്ലേ പകരം തന്നിട്ടുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാ എന്നെ വെറുക്കാത്തത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു സേതു. എന്താന്ന് എനിക്കറിയില്ല, ശരിക്കുവാ ഞാൻ പറഞ്ഞത്. മറ്റാരോടും ഇതുവരെയും തോന്നാത്ത എന്തോ ഒരു അടുപ്പം. എന്താ പറയാ, അത് തന്നെയല്ലേ ഒരടുപ്പം. അത് തന്നെ, അത് തോന്നിയത് പല്ലവിയോട് മാത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാവും, അല്ലാതെ വേറൊന്നുമില്ല, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചു വേഗം. തോന്നിയോന്ന് ചോദിച്ചാ പിന്നെ ഇല്ലേ, ഉണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. അപ്പൊ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ പാത്രം ഇങ്ങനെ കാണിക്കുക. ഓഹോ, അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്ന ഇന്ദ്രനെ. അപ്പൊ ഇന്ദ്രൻ ദേണ്ട വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അപ്പൊ നേരെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും അടുക്കള വാതിലിന്റെ വഴി വന്നു. അടുക്കള അവിടെ വന്നിട്ട് നോക്കുമ്പോഴത്തേനും വാതിൽ തുറന്നിട്ടില്ല. എന്ത് ചെയ്യും, അകത്ത് കയറാൻ ഒരു വഴിയില്ല. അപ്പൊ ഇന്ദ്രൻ പതുക്കെ ഫോൺ എടുത്ത് നമ്മുടെ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ അമ്മേ ഞാനാ എന്ന് പറഞ്ഞു. മോനെ ഇന്ദ്ര, നീ എവിടെയാ എന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ കിച്ചന്റെ ഭാഗത്തുണ്ട്, അമ്മ വേഗം ഡോറ് തുറക്ക എന്ന് പറഞ്ഞു. ദേ വരുന്നു മോനെ എന്ന് പറഞ്ഞു. വേഗം രാജലക്ഷ്മി വന്നു വാതില് തുറന്നു. എന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അയ്യോ അമ്മേ, പതുക്കെ ആരും കേൾക്കും. മോനെ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? നീ ഞങ്ങളെ തീ തീറ്റി കളഞ്ഞല്ലോ എന്റെ പൊന്നിന്ദ്ര.
ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നോ? എന്റെ അമ്മേ വിളിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല തന്നെ കന്നത്. അമ്മയെ കാണാൻ വേണ്ടി മാത്ര. ഇപ്പൊ തന്നെ ഉടനെ തിരിച്ചു പോണം. എങ്ങോട്ട്? ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. അതല്ല അമ്മേ, പല്ലവിയെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണ്ടേ? പറയേ. അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഈ നാടകം മുഴുവൻ കളിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും? ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാല് എല്ലാം തീരും. എനിക്ക് അവളെ ജയിക്കണ്ടേ അമ്മേ? അതുകൊണ്ടാ. അതിന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ നിന്റെ മുന്നില്. നിന്നെ കാണാതെ എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റില്ല എന്ന് അറിയില്ലേ? അറിയാം. അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. അതിനേക്കാൾ വലിയ വേദനയമ്മേ ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല്ലവി അവളെ മുട്ടുകുത്തിച്ചില്ല എങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. അതിനു വേണ്ടിയിട്ടല്ല അമ്മ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അമ്മ എന്റെ കൂടെ നിൽക്കണം പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കൂടി എനിക്കിങ്ങനെ ഒളിച്ചു കഴിയൂ. അതിന് കാശ് വേണം. കാശ് വാങ്ങാനും കൂടിയാ ഞാൻ വന്നത്. കാശൊക്കെ നിനക്ക് എത്ര വേണമെങ്കിലും തരാം. മോൻ വല്ലതും കഴിച്ചായിരുന്നോ? എവിടെ? എന്തേ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? എങ്കിൽ വാ വല്ലതും കഴിക്കാം എന്ന് പറഞ്ഞ ഇന്ദ്രനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാണ്. അമ്മ കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. കഴിച്ചു. അതെ അമ്മേ ദേണ്ട അവനിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോ. ആ നാശം പിടിച്ചവൻ അകത്തെ വിശ്വത്ത് അവനെന്നും അറിയരുത് കേട്ടോ. അറിഞ്ഞാൽ നമ്മളെ അപ്പ ഒറ്റും. ആരും ഒന്നും അറിയാൻ പോണില്ല. മോൻ വേഗം കഴിക്കാം. അമ്മ കഴിച്ചോ? കഴിച്ചു എന്നൊക്കെ പറഞ്ഞ വിശ്വനെ നമ്മുടെ ഇന്ദ്രിയത്തിനെ കഴിപ്പിക്കുകയാണ്. നീ കഴിക്കുക, ഞാൻ കാശ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു വേഗം പോയി കാശ് എടുത്തോണ്ട് വന്ന് ഇന്ദ്രന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇന്ദ്രന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മയെ കിട്ടിയതാ എന്റെ ഒരു ഭാഗ്യം. കഴിക്കടാ നീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടി കേൾക്കുന്നത്. ആരമ്മ ഈ സമയത്ത്? നീ ഇവിടെ ഇരിക്ക, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ വേഗം തന്നെ രാജലക്ഷ്മി ചെന്നിട്ട് നോക്കുമ്പോഴത്തേനും നമ്മുടെ ശ്രീരഞ്ജിനി മേഡമാണ് കേട്ടോ. എന്റെ അമ്മോ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ മേഡം വന്നിരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം അകത്തേക്ക് കയറി വന്നു. സെർച്ച് ചെയ്യ എന്ന് പറഞ്ഞു. നിക്ക് എന്തിനാ എന്റെ വീട്ടിൽ കയറി പരിശോധിക്കുന്നത്? പറയാം. നിങ്ങൾക്കറിയില്ല അല്ലേ? എന്റെ പൊന്നോ, ഞാൻ എന്താ മണ്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കണത്? കാണാതായ നിങ്ങളുടെ മൂത്ത മകൻ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ട്. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാ വന്നത്. അയ്യോ മേഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവിടെയൊന്നും ആരുമില്ല മേഡം. നിങ്ങളുടെ മകൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാ നിങ്ങൾ ആരും അറിയാതെ ഈ വീട്ടിന്റെ മുന്നില് ഒരു മഫ്തി പോലീസിനെ ഞാൻ ഡ്യൂട്ടിക്കിട്ടത്. എനിക്കറിയാമായിരുന്നു അയാള് തന്ന വിവരം തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്ദ്രജിത്ത് ഈ വീട്ടിലുണ്ട്. ഞങ്ങൾ അവനെ പൊക്കുക തന്നെ ചെയ്യും. സെർച്ച് ചെയ്യണോ മൊത്തത്തില് എന്ന് പറഞ്ഞ പോലീസുകാർ തപ്പുവാണ്. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ വിഷുവും മുത്തശ്ശിയും ഇറങ്ങി വരുന്നത് കേട്ടോ, അംബിക. അപ്പൊ ഇവർ രണ്ടുപേരും വന്നിട്ട് സത്യമാണ് ഇവര് പറയണത്. എനിക്കറിയത്തില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പുറകെ പോവാണ്. അവിടെ ഇല്ല മേഡം, സത്യം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കണം. വന്നെങ്കിൽ വന്നെന്ന് പറ, എന്തിനാ ഇവരോട് നുണ പറയുന്നത് എന്ന് വിശ്വ. ഞാൻ കണ്ടിട്ടില്ലടാ, പിന്നെ ഞാൻ എങ്ങനെ പറയും ഇവന്റെ ഒരു കാര്യം? മേഡം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പോലീസുകാരെ ഊടുപാട് തപ്പാണ് കേട്ടോ. തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. മേഡം എങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്, എന്റെ മോനൊരു പാവാ. സ്വന്തം മരണം കൃത്യമായിട്ടുണ്ടാക്കിയിട്ട് പല്ലവിയെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ച ആളാ അവൻ ഒരു കോൾഡ് ബ്ലഡഡ് ഒരു ബോൺ ക്രിമിനലാ. അവനോട് ദയ കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മേഡം ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. പോലീസുകാർ വന്നിട്ട് മേഡം ഇവിടെ ആരുമില്ല. ഇപ്പൊ ഇവിടെ ആരും വന്നില്ലെന്ന് മനസ്സിലായില്ലേ? മേഡം കുറച്ചുകൂടെ നല്ല ആരെങ്കിലും ഈ പറഞ്ഞ പോലെ മഫ്തിക്ക് ഡ്യൂട്ടിക്ക് കേട്ടോ മേഡം, അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങൾ ഇനിയും പറ്റും, മനസ്സിലായോ? അപ്പോഴാണ് മേഡത്തിന്റെ ശ്രദ്ധയില് ഫുഡ് എടുത്തു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചത്. ഇത് ആർക്ക് കഴിക്കാനാ ഈ ഫുഡ് എടുത്തു വെച്ചത്? ഇത് ആർക്ക് കഴിക്കാനാന്ന്? ഞാൻ കഴിച്ചതാ എന്ന് പറഞ്ഞു രാജലക്ഷ്മി. ഈ നേരത്തോ? ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി. അപ്പൊ വിശന്നു. അപ്പൊ ഞാൻ വേഗം എടുത്തു കഴിച്ചു, അത്ര തന്നെ. അപ്പൊ വേഗം തന്നിട്ട് ഇവരുടെ കൈ ഒന്ന് പിടിച്ചു മണപ്പിച്ചു. കയ്യില് ഒരു മണമില്ലല്ലോ. പക്ഷെ കൈ കഴുകി തുടച്ചാ പിന്നെ ഭക്ഷണം കഴിച്ചതിന്റെ മണം കാണുവോ? അല്ലേ അമ്മേ? എനിക്കറിയില്ല. ശരി, ഇത്തവണ രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാ തവണ പറ്റണമെന്നില്ല. മോനോടത് പറഞ്ഞേക്കണം. അവന്റെ പിന്നാലെ തന്നെയുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് അല്പം പോലും മണമില്ല. ഹാൻഡ് വാഷ് ഇട്ട് കാണും അല്ലെ രാജലക്ഷ്മി? അതെ മേഡം, അതെ ഹാൻഡ് വാഷ് തന്നെ ഇട്ടു എന്ന് പറഞ്ഞു. മോനും കൊള്ളാം അമ്മയും കൊള്ളാം എന്ന് പറഞ്ഞുണ്ട് പോലീസുകാര്. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കിയിരിക്കും, കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ മേഡം അങ്ങ് ഇറങ്ങിപ്പോയി. എന്റെ അമ്മ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അംബിക ചോദിക്കാണ്, നീ എന്നോടെങ്കിലും സത്യം പറ, അവൻ വന്നോ? എനിക്കറിയില്ല.
അപ്പൊ വിശ്വം പറഞ്ഞു, അമ്മയുടെ മുഖം കണ്ടാൽ അറിയാലോ ആ ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് എന്ന് ചോദിക്കുകയാണ്. ആ വന്നിരുന്നു, ഇപ്പൊ എന്താ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, മിണ്ടിപ്പോവരുത് ഒരാളോടും, പറഞ്ഞേക്കാം അവൻ നിന്റെ ഏട്ടനാ, മറന്നു പോവരുത് നീ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി പേടിപ്പിച്ച് അവനെ നിർത്തുകയാണ്. എന്നിട്ട് ഭക്ഷണമൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടെന്റെ ഈശ്വര എന്ന് പറഞ്ഞ ഫുഡൊക്കെ ആയിട്ട് പാത്രമൊക്കെ എടുത്തോണ്ട് അകത്തേക്ക് പോവാണ്. നമ്മൾ കാണുന്ന ഹരിനെയാണ്. ഹരി ഇങ്ങനെ അച്ചു പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനി എനിക്ക് ഒരിക്കലും പറയാൻ പറ്റിയില്ലെങ്കിലോ ഹരി, കൃത്യസമയത്ത് പറയാനുള്ളത് പറയാൻ പറ്റാത്തതിന്റെ പേരില് ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരരുതല്ലോ, അത് ഓർത്തിട്ടാ എന്നൊക്കെ ഇങ്ങനെ അച്ചു പറയുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് ഹരിയുടെ. അപ്പൊ മിത്രേട്ടൻ വന്നിട്ട്, നീ അവള് പറഞ്ഞ ആലോചിച്ചിരിക്കുവല്ലേ? എടാ മനസ്സിൽ തട്ടി അച്ചു പറഞ്ഞെങ്കില് നീ എന്തിനാടാ വേണ്ടാന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. എനിക്കറിയാം നിനക്ക് ആ കുട്ടി ഇഷ്ടമാണെന്ന്. ദേ വേണ്ടാത്തൊന്നും മിത്രേട്ടൻ പറയണ്ട, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനായി ഞാൻ. സേതുവേട്ടന്റെ പെങ്ങളെ മോഹിക്കാൻ മാത്രം വളർന്നിട്ടില്ല ഈ ശ്രീഹരി, അത് മനസ്സിലാക്ക്. ഇനി ഇറന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മിത്രനാണെങ്കിൽ സങ്കടമായി. അതെ നീ അല്ലല്ലോ അച്ചു അല്ലേ, ഞാൻ സംസാരിക്കാം സേതുവിനോട്, പറഞ്ഞ് സമ്മതിപ്പിക്കാം. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം. വരൻ നിഖിലല്ല നീ. എന്ത് പറയുന്നു വധു അവന്തികയും? നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങിയ കഷ്ടാണ് മിത്രേട്ടാ. വലിയ വീട്ടിലെ പെൺകുട്ടികളൊക്കെ പലപ്പോഴും ഇങ്ങനെ പല തമാശകളും ഉണ്ടാവാറുണ്ട്. ക്രഷ്, അതിനാ അവരങ്ങനെ വിളിക്കുന്ന പേര്. ഈ ക്രഷിനൊക്കെ കുറച്ചു നാളത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതോടെ അത് അവധി തീരുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം പിന്നെ എന്താണെന്ന് മിത്രേട്ടൻ അറിയോ? വെറും കറിവേപ്പില, അത്രമാത്രം. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു ഒറ്റ ജീവിതം, അത് ഭംഗിയായിട്ട് തീർക്കുക എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യാ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, ചേരേണ്ടതേ ചേരൂ. നിനക്ക് വിധിച്ച പെണ്ണാണ് അച്ചു എങ്കിൽ അവള് നിന്റെ അടുത്ത് തന്നെ വന്നിരിക്കും. ആരെതിർത്താലും ശരി, എതിർത്തില്ലെങ്കിലും ശരി. എന്നെ ഒന്ന് കൊന്നു തരാവോ നിങ്ങക്ക്? അതിലും ഇതാ അതാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി എഴുന്നേറ്റ് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നിട്ട്, എന്റെ അഭിപ്രായത്തിൽ നിനക്ക് വന്ന ഏറ്റവും വലിയ ഭാഗമാടാ ആ കുട്ടി. സത്യമാ, അവക്ക് അങ്ങനെയൊക്കെ വന്ന് പറയാൻ തോന്നിയില്ലേടാ. എടാ ഹരി, പൊന്നും മഠത്തിലെ മരുമാനാകുക കഴിയുക എന്നൊക്കെ പറഞ്ഞാല് നിനക്ക് സ്വപ്നം കഴിയോ ആ പദവി? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കില് കാണും പിടിച്ച് സമ്മതിച്ചേനടാ എന്ന് പറഞ്ഞു. എനിക്കത് പറ്റത്തില്ല മിത്രേട്ടാ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കടപ്പാടുള്ളത് സേതുവേട്ടനോട് മാത്രമാണ്. അതുകൊണ്ട് സേതുവേട്ടനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഈ നാട് വിട്ടു പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അങ്ങിറങ്ങിപ്പോയി. എടാ പറയുന്നെന്ന് കേക്ക്, പോലെടാ, പിണങ്ങി പോലെ എന്നൊക്കെ വിളിച്ചെങ്കിലും ആളങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് സേതുവേട്ടൻ ഉറക്കത്തിലാണ്. അപ്പൊ അവന്തിക വിളിക്കുകയാണ്, സേതുവേട്ടാ വേഗം വന്നേ എന്ന് പറഞ്ഞു. ഇത് വേഗം വെപ്രാളം പിടിച്ച് എഴുന്നേറ്റ് വരുവാണ്. എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേനും ദേ നോക്ക് എന്ന് പറഞ്ഞ് അഭിനയിച്ച ആ പരസ്യത്തെ TV വന്നിരിക്കുക കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ പൂർണിമാമ ഇതെല്ലാം കണ്ടിട്ട് നന്നായിട്ടുണ്ട്, പല്ലവി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടാൽ അസലിടുന്ന അടിയുടെ ലുക്ക് തന്നെയുണ്ട്, അഭിനയിച്ചേക്കുന്നത് കൊള്ളാം എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേ ഇനിയിപ്പോ സിനിമയിലായിരിക്കും ചേച്ചിയെ തേടി വരുന്നത്, ഇനി തിരക്കായിരിക്കും എന്നൊക്കെ അച്ചു ഇങ്ങനെ പറയാണ്. നീ എന്ത് പോ, അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും പ്രീതിക്കും സ്വാതിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട്. എന്താ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് നമ്മുടെ പൂർണിമാമ ചോദിച്ചപ്പം, എന്ത് മിണ്ടാനാ, കണ്ടന്റ് നല്ലതായിരുന്നു, പക്ഷേങ്കില് കൊള്ളാം അതുകൊണ്ട് എന്ന് പറഞ്ഞു. അതെന്താ ഇവർ അഭിനയിച്ചേക്കുന്നത് കൊള്ളില്ല എന്നാണോ അതിനർത്ഥം? അമ്മേ ശരിക്കും പറഞ്ഞാല് അതിനകത്ത് നമ്മള് പരസ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പരസ്യം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ആ പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരെ TV കാണുന്നത് എന്ന് മാത്രമല്ലല്ലോ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൂടി ഇവരെ TV കണ്ടതല്ലേ എന്ന് ചോദിച്ചു. പല്ലവീനെ ഒരുമാതിരി പുച്ഛിച്ചാണ് സംസാരിച്ചത് ഋതിക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ആ പരസ്യത്തിന്റെ ഡിമാൻഡ് അതോടെ തീർന്നു. നമ്മളൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ പരസ്യം കാണുന്നവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുള്ളൂ. ഇതങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞേ വരുള്ളൂ എന്ന് ഋതിക ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതെന്താ ഋതു നീ അങ്ങനെ സംസാരിച്ചത്? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാ. ഇവരിപ്പോഴെന്താ ഈ പറഞ്ഞത്? അപ്പൊ സേതു പറഞ്ഞു, ഞങ്ങള് സാധാരണക്കാരല്ലേ, അപ്പൊ സാധാരണക്കാരുടെ ലുക്കല്ലേ വരുള്ളൂ. ഏട്ടന്റെ കാര്യം ശരിയായിരിക്കും, പക്ഷേ എങ്കില് ഇവരെങ്ങനെയല്ലല്ലോ, ഇവരിപ്പം ഭയങ്കര സെലിബ്രിറ്റി അല്ലേ എന്ന് സ്വാതി ഇങ്ങനെ പറയാണ്. TV-ലൊക്കെ വന്നതല്ലേ, സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ അല്ലെങ്കിൽ എന്താ കൊലക്കുറ്റം ചുമത്തി അകത്ത് പോയവരല്ലേ, അപ്പൊ പിന്നെ നല്ല ക്രെഡിബിലിറ്റി ആയിരിക്കും എന്നുള്ള മട്ടില് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് പൂർണിമാമയ്ക്ക് വിഷമായി, എങ്കിലും ഒന്നും മിണ്ടിയില്ല.
അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ നമ്മുടെ നിഖിലിനെ പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അച്ചു. അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.